ഗൈസ്, ടെക്ട്രാമ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് iPhone 16 ഒരു റിവ്യൂ ആണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നതാണ്. ആദ്യം പറയാനുള്ളതിൻ്റെ ഡിസൈനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഈ ഡിസൈൻ കണ്ടതിൻ്റെ നേരത്തെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ iPhone ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാലാളെ കാണിക്കാൻ ഒരു വകുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് iPhone 12 ആണോ അല്ലെങ്കിൽ ചിലർ നത്തിങ് ആണെന്നൊക്കെ ചോദിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സോ അതെനിക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായ ഒരു വളരെ മോശമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നത്തിങ് ആണെന്നൊക്കെ ചോദിച്ചാൽ നത്തിങ് ഒരു മോശം ബ്രാൻഡ് ആയതുകൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പറയുന്നത്. കാര്യം ഒരു 1,00,000 രൂപ അടുത്തൊക്കെ ഇറക്കിയിട്ട് ആപ്പിൾ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതും ലേറ്റസ്റ്റ് സീരീസ് ലോഞ്ച് ആയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആളുകൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു മനസ്സിൻ്റെ ഒരു വിഷമം. അപ്പം അങ്ങനെയൊക്കെ ഇനി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്. അതാണ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വിവരമുള്ളവന് മാത്രമാണ് ഇത് 16 ആണെന്ന് മനസ്സിലാവുള്ളൂ. പുറത്തൊന്നും അല്ലാണ്ട് ആര് നോക്കിയാലും അവർക്ക് വേറെ ഇതിലൊക്കെ ഫോണായിട്ട് തോന്നുള്ളൂ. പിന്നെ പറയാൻ ഉള്ളൊരു കാര്യം, എടുത്ത് ഡിസ്പ്ലേ. എൻ്റെ പൊന്നു ബ്രോ, എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ. എനിക്കിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ശരിക്കും ഭ്രാന്ത് കയറുന്നുണ്ട്. കാരണം 15 നമുക്ക് ഡൈനാമിക് ഐലൻഡ് ഒക്കെ തന്ന അത്യാവശ്യം നല്ല പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നുകൊണ്ട് അതിനകത്ത് കണ്ണടച്ചങ്ങോട്ട് പോയി. പക്ഷേ 16 ഇത് തന്നെ തന്നപ്പോൾ എനിക്ക് ഭ്രാന്ത് കയറും. കാരണം നമ്മൾ ഈ സ്ക്രോളൊക്കെ ചെയ്യുമ്പോഴേക്കും എൻ്റെ കയ്യിൽ വേറെ ഫോൺ ഉണ്ട്, 14 Pro Max ആണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ S24 ഇരിപ്പുണ്ട്, S23 ഇരിപ്പുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല പ്രൊമോഷനിലും നല്ല ഹൈ റിഫ്രഷനിലേക്കാണ് ഞാൻ കിടന്ന് കളിക്കുന്നത്. ഇതിനകത്തേക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര രീതിയിൽ ലാഗാണ്. ഒരു ആപ്പൊക്കെ എടുത്ത് ക്ലോസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും പോണത്. അത് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കാര്യം ഫോൺ എടുത്ത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു ബാഡിലേക്ക് വന്നു. ഇതാണ് ഇത് ഞാൻ പറയുന്നത്. കാരണം വളരെ മോശമാണ് അവർ കാണിക്കുന്നത്. ഇപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റിംഗിലും തന്നെ കാരണം പറ്റണില്ല ബ്രോ. വെറുതെ 1,00,000 രൂപ കൊടുത്തിട്ട് ഈ 15,000 രൂപയുടെ ഫോണിൽ തന്നെ സ്പെക്ക് പോലും നമുക്ക് തന്നില്ല എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അതിന് വെറുതെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലാണ്. സെയിം 15 ഡിസ്പ്ലേ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. നിറ്റ്സിൻ്റെ കഥയൊക്കെ കുറേ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര അത് എടുത്ത് പറയത്തക്ക വലിയ സംഭവമൊന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. കണ്ട ബെസൽസ് ഒക്കെ അത്യാവശ്യം നല്ല വലിയ ബെസൽസ് ആണ് സൈഡിലൊക്കെ വന്നിരിക്കുന്നത്. 15 തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസമില്ല. 16 ലോഞ്ച് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു വെച്ചത് ആപ്പിൾ ഇൻ്റലിജൻസ്. അവരുടെ തന്നെ മാർക്കറ്റിംഗ് മെത്തേഡ് അതായിരുന്നു, ആപ്പിൾ ഇൻ്റലിജൻസ്. എവിടെ ചെന്നാലും ഇത് തന്നെ. ഈ എയുടെ പേരും പറഞ്ഞ ഈ സാധനം എനിക്ക് വിറ്റിട്ട്, അതായത് 50 നിന്ന് 16 അപ്ഗ്രേഡ് ചെയ്ത് ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും. ഈ സാധനത്തില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്നുള്ളൊരു സംഭവമേ ഇതിനകത്തില്ല. അപ്പൊ ഇനി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആൾക്കാരെ മണ്ടനാക്കണ പരിപാടിയാ. അവരിറക്കും പറയുന്നത്, അവരിറക്കാതെ ഒന്നും ഇരിക്കില്ല, ഇറക്കും. പക്ഷെ നിലവിലില്ല. നിലവിൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇപ്പോൾ ഈ പറയുന്ന 16 സീരീസിലില്ല. ഈ ആപ്പിൾ എക്ക് വേണ്ടിയിട്ട് 16 സീരീസ് എടുക്കാൻ നിൽക്കുന്നവർ ഇതറിയണം, നിലവിൽ വന്നിട്ടില്ല. അത് വരും, ഡിസംബറൊക്കെ ആകുമ്പോൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ അപ്ഡേറ്റിൽ വരുമെന്നാണ്. ചിലപ്പോൾ അടുത്ത വർഷം ആയേക്കാൻ പറയാൻ പറ്റില്ല. സോ എക്ക് വേണ്ടി ഈ 16 എന്ന് പറഞ്ഞ ഫോൺ ആരും എടുക്കരുത്. കാരണം ഇതിനകത്തില്ല. പിന്നെ ഇന്റേണലി ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ചെറിയ മാറ്റങ്ങളിൽ വലിയ മാറ്റങ്ങളാണ്. പക്ഷെ എന്നാൽ എല്ലാവർക്കും അത് തോന്നിയില്ല. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ A18 എന്ന് പറയുന്ന ആപ്പിളിന്റെ ചിപ്സെറ്റാണ്. വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. നോർമലായിട്ട് ആൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഒരു ക്രിയേറ്ററിന്റെ സൈഡിൽ നോക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു 14 Pro Max ഇരിപ്പുണ്ട്. ഞാൻ അതിനകത്തും ഈ പറയുന്ന 16ലും ഒരേപോലെ തന്നെ വീഡിയോസ് റെൻഡർ ചെയ്യാൻ ഇട്ടു. ഒരു അത്ഭുതം എന്ന് പറയണം, ഈ സാധനം പട്ടേന്ന് പറഞ്ഞാണ് ചെയ്തത്. ഏകദേശം ഒരു 30% മാറ്റമുണ്ട് സ്പീഡിൽ. അതേപോലെ തന്നെ ഗെയിമിങ്ങിൽ നമുക്കൊരു കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ A18 കുറച്ചും കൂടി ഈ ഫോണൊക്കെ സ്പീഡറാക്കി എന്ന് പറഞ്ഞു. പെർഫോമൻസ് വൈസ് അത് മേജർലി ഉള്ളൊരു ചേഞ്ചാണ്. പക്ഷെ അത് ഇന്റേണലാണ്, അത് എല്ലാവർക്കും മനസ്സിലാവില്ല, അത് എല്ലാവർക്കും അതിൻ്റെ ആവശ്യവുമില്ല. അത് ആവശ്യമുള്ളവർക്ക് ഇത് ഉപകാരമുള്ള ഒരു സംഭവമാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ A18 എന്ന് പറയുന്ന ചിപ്സെറ്റ് അത്യാവശ്യം പവർഫുള്ളാണ്. അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആണ്. വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഹീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. ചില സമയങ്ങളിലുള്ള ഹീറ്റിങ്ങും അതേപോലെ തന്നെ ഫോൺ നമ്മൾ എത്രത്തോളം ത്രോട്ടിൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഹീറ്റിംഗ് മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. വെറുതെ ഇരുന്നൊന്നും ചൂടാവുന്നില്ല. നേരത്തെ 15 അങ്ങനത്തെ ഒരു ഇഷ്യൂ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിനിങ് എന്ന് പറയുന്ന സംഭവം ഇല്ല. നല്ല സ്റ്റാൻഡ് ബൈ ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫോൺ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസം വരെയൊക്കെ ആ ചാർജ് വലിയ രീതിയിൽ ഇറങ്ങാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ബാറ്ററി ഡ്രെയിനിങ് തീരില്ലാത്തതുകൊണ്ടാണത്. അപ്പോൾ നമുക്ക് യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫോണുകൾക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. ബാറ്ററിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ മാരകമായ ചേഞ്ച് ഒന്നും എനിക്ക് തോന്നിയില്ല. 6 to 7 മണിക്കൂർ അതാണ് ഇതിൻ്റെ ഒരു ആവറേജ് സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത്. 15 ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ചെറിയൊരു അപ്ഗ്രേഡ് അത്രേ ഉള്ളൂ.
ചാർജിങ് ഞാൻ ചെയ്തത് 20 വാട്ട്സിലാണ് ചെയ്തത്. അപ്പോൾ നോർമലി ഉള്ള ചാർജിങ് സ്പീഡാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് വേറൊരു സംഭവം, ഇതിനകത്ത് 25 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് പറയുന്നുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. അത് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. സോ ഈ ആക്ഷൻ ബട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് എല്ലാവർക്കും അറിയാം ആക്ഷൻ ബട്ടൺ എന്താണെന്നുള്ളത്. ഈ തവണ 16 വന്നിരിക്കുന്ന മേജറായിട്ടുള്ള ഒരു ചേഞ്ച് ഇത് ഈ ബട്ടനാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഇത് എടുത്തിട്ട് ഇതൊരു ബട്ടനാണ്, ഫിസിക്കൽ ബട്ടനാണ്. ഇതെടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ആ ഫോട്ടോ ജെർക്കിങ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വെച്ചേക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ സ്വിച്ചിലേക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ പണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ കറക്റ്റ് അല്ല. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ വന്നുമായിരുന്നു, പക്ഷെ ഇത് വന്നേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതും ഇതും അല്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കും വലിയ ഉപകാരമില്ലാത്ത രീതിയിലാണ് സാധനം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. കാരണം ഇവരൊരു പ്രൊഫഷണൽ ക്യാമറയുടെ യൂസ് കൊടുക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് മൊത്തത്തിൽ വർക്കൗട്ട് ആയിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ മോഡ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഈ സാധനം സെലക്ട് ചെയ്ത് ഇതിൽ നിന്നൊക്കെ വേണം ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ എന്ത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടോണും സ്റ്റൈൽസും വരും. പിന്നെ അതേപോലെ തന്നെ ക്യാമറയുടെ ലെൻസ് ഏതൊക്കെ വേണമെന്നുള്ളതും അതേപോലെ തന്നെ സൂമും ഫോക്കൽ ലെങ്ത്തും പിന്നെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇത് 2 പ്രാവശ്യം ഇങ്ങനെ ഡബിൾ പ്രസ് ചെയ്യണം. ചെറിയ പ്രസ്, ഷോർട്ട് പ്രസ് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഇതൊരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടണാണ്. നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഈ സ്റ്റൈൽസ് അഡ്ജസ്റ്റ് ചെയ്യാം, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ ഉപകാരമുള്ള സാധനമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു പ്രാക്ടിക്കൽ വേ എന്ന് പറയാൻ ഇതായിട്ടില്ല. കാരണം ഇത് ഉപയോഗിച്ച് ശീലിച്ചാൽ മാത്രമേ അതിനകത്തേക്ക് എത്തുള്ളൂ. പെട്ടെന്ന് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റിയൊരു സ്ഥലമല്ല അത്. എനിക്ക് തോന്നുന്നില്ല ആളുകൾ ഇതധികം ഉപയോഗിക്കുമെന്ന്. 10-20% പേര് ഇതുമ്മ കിടന്ന് പണിയോളൂ, അല്ലാണ്ട് എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം മൈനറായിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 15 ക്യാമറ ഒന്നും കൂടി ട്വീക്ക് ചെയ്ത് കുറച്ച് ബെറ്റർ ആക്കിയേക്കുന്നതാണ്. ഡ്രമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി, എക്സ്പോഷർ കൺട്രോളൊക്കെ കുറച്ചും കൂടി ഡാർക്കറായിട്ട് നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി. അതാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഇമേജസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. മാക്രോ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ 16 പറ്റും. അത് കുറച്ച് ബെറ്റർ ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇതിനകത്ത് മേജർലി പറയാവുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാമറയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം അതാണ്. പിന്നെ ലോ ലൈറ്റ് സിറ്റുവേഷൻസിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഇപ്പോഴും വൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗ്രെയിൻസ് കയറുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അതിൽ ഞാൻ ക്യാമറയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓഡിയോ മിക്സർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിയോ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ ഇൻഫ്രെയിം, സിനിമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് നമ്മുടെ വോയിസ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാക്കാൻ പറ്റിയ ഒരു ഫീച്ചറാണ്. ഇനി ഒരു ഇൻബിൽഡ് എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെന്നാണ് പറയുന്നതിനകത്ത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ ഓഡിയോ കുറച്ചും കൂടി റിഫൈൻഡ് ആക്കാൻ, അതായത് ഒരു മൈക്ക് വെച്ച് ചെയ്യുന്ന ഒരു പെർഫോമൻസിനകത്ത് കിട്ടും. അതിനും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു സൗണ്ടല്ല, കുറച്ച് ഫോഴ്സ്ഫുള്ളി അത് ചെയ്യുന്ന ഒരു മൂഡിലാണ് അത് പോകുന്നത്. സോ അതൊക്കെ ഞാൻ ക്യാമറ റിവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പിന്നെ മേജറായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഭവമാണ്. ഇത് കണ്ട സ്റ്റൈൽസും നമുക്ക് ടോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് എൻ്റെ മാറുന്നത് കണ്ടോ, ഇത് ഓരോ ടോണിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ കുറച്ച് അതേപോലെ തന്നെ കുറച്ച് സ്റ്റൈൽസൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ക്യാമറയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട്. 16-ൻ്റെതായ മാറ്റങ്ങൾ കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസത്തെ യൂസർ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും അങ്ങനെ ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് എന്നുള്ളൊരു സംഭവം ഇതിനകത്തില്ല. സോ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ഫോൺ ഇറക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഇറക്കുന്നു, ആ കാര്യം ഇതിനകത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി വന്നാലാണ് ഈ ഫോൺ കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം അതല്ലാതെ ഇതിനകത്ത് പറയുന്നത്തക്ക രീതിയിൽ വലിയ ചേഞ്ചൊന്നുമില്ല. ഒരു മൈനറായിട്ടുള്ള അപ്ഗ്രേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ആപ്പിളിലെ ധൈര്യം സമ്മതിക്കും. കാരണം അവരിത് മാർക്കറ്റ് ചെയ്ത് എന്നും പറഞ്ഞ് എല്ലാ രീതിയിലും മാർക്കറ്റ് ചെയ്തിട്ട് ഫോൺ ഇറക്കിയപ്പോൾ അതില്ല. എന്നിട്ടും ആൾക്കാർ മിണ്ടാതിരിക്കണം എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ട് കാര്യമാണ്. ചിലപ്പോൾ ആപ്പിൾ ആയതുകൊണ്ടായിരിക്കും. ആപ്പിൾ കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തരും വരെ നമുക്ക് ഈ ഫോണിനെ പൂർണ്ണമായിട്ട് വിലയിരുത്താൻ പറ്റില്ല. കാരണം എൻ്റെ റാമിൽ വ്യത്യാസമുണ്ട്, ചിപ്സെറ്റ് ഭയങ്കര പവർഫുള്ളാണ്. 30% വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്കത് തന്നിട്ടില്ല. നമുക്കത് മൊത്തമായിട്ട് ഈ ഫോണിനെ വിലയിരുത്താൻ പറ്റില്ല. കൊള്ളൂല എന്നും പറയാൻ പറ്റില്ല, വളരെ നല്ലതെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറയുന്നുണ്ടെങ്കിൽ 15 കുറച്ചും കൂടി ഒന്ന് ക്യാമറയൊക്കെ ബെറ്ററാക്കി ഒരു ബട്ടനൊക്കെ കൊടുത്ത് ഇറക്കിയ പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. 80,000 രൂപ കൊടുത്ത് എടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്
നിങ്ങളുടെ കയ്യിൽ 12 13 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഒരു ഐഫോൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ 16 അപ്ഗ്രേഡ് ചെയ്യുക. 15 ഉള്ളവർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ഒരു കാര്യവും ഇല്ല. നിലവിലെ അവസ്ഥയിൽ എന്തായാലും ഇല്ല. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഞ്ച് ആയതിനു ശേഷം ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ 17 അല്ലെങ്കിൽ 18 എടുക്കുക, അതായിരിക്കും നല്ലത്. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പറയുന്ന 16 നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് എനിക്കാരും ഫ്രീ ആയിട്ട് എന്ന സാധനമല്ല. ഞാൻ ആർക്കും വേണ്ടി റിവ്യൂ മോശമായിട്ടോ നല്ലതായിട്ടോ പറയുന്നതല്ല. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനം, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം, വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നതല്ല, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് 16 വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ റിവ്യൂയും അതേപോലെ തന്നെ ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ ടെക് ട്രാം സൈനിങ് ഓഫ്.